നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഫൊക്കാനയുടെ കാരുണ്യ ശ്രേഷ്ഠ പുരസ്കാരം അഡ്വക്കേറ്റ് എബി എബ്രഹാമിന് നൽകി ആദരിച്ചു. NK ലൂക്കോസ് വോളി ടൂർണമെന്റ് ഷിക്കാഗോ ലയൺസ് ജേതാക്കൾ ഫിലി സ്റ്റാർസ് റണ്ണറപ്പ്. ഫോമ കൺവെൻഷൻ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഉദ്ഘാടനം മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. മിഷിഗണിൽ രാജ്മോഹൻ ഉണ്ണിത്താന് വമ്പൻ സ്വീകരണം. ജോസ് മണക്കാട്ട് ഷിക്കാഗോ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ്. കേരള സെന്റർ പയനീർ ക്ലബ്ബ് സംയുക്ത സ്വാതന്ത്ര്യദിനാഘോഷം പ്രൗഢഗംഭീരമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പതാക ഉയർത്തി. വാർത്തകൾ വിശദമായി. കേരള സെന്ററും പയനീർ ക്ലബ്ബും സംയുക്തമായി ഓഗസ്റ്റ് 15-ന് ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കേരള സെന്റർ അങ്കണത്തിലെ ഫ്ളാഗ് പോസ്റ്റിൽ ഇന്ത്യൻ ലോക്സഭാ മെമ്പർ രാജ്മോഹൻ ഉണ്ണിത്താൻ ദേശീയ പതാക ഉയർത്തി. തദവസരത്തിൽ എല്ലാവരും കൂടി ദേശീയ ഗാനം ആലപിച്ചത് വളരെ ഹൃദ്യമായിരുന്നു. പതാക ഉയർത്തലിനെ തുടർന്ന് കേരള സെന്റർ ഓഡിറ്റോറിയത്തിൽ പബ്ലിക് മീറ്റിംഗ് ആരംഭിച്ചു. പയനീർ ക്ലബ്ബ് സെക്രട്ടറി വർഗീസ് അബ്രഹാമിന്റെ ആമുഖത്തോടുകൂടി യോഗം ആരംഭിച്ചു. കേരള സെന്റർ പ്രസിഡന്റ് അലക്സ് കാവുംപുറത്ത് എസ്തഫാൻ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്നും ഇന്ത്യ തുടരുന്നു. ഇന്ത്യയുടെ പാർലമെന്റ് അംഗം ശ്രീ ഉണ്ണിത്താനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക്, ഞങ്ങളുടെ കൊച്ചു കേരള സെന്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Former New York State Senator Kevin Thomas, Suffolk County Police Officer Thomas Joy, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവരും കൂടിയുള്ള വന്ദേ മാതരം ആലാപനത്തിന് ശേഷം പയനീർ ക്ലബ്ബ് പ്രസിഡന്റ് ജോണി സക്കറിയ പ്രസംഗിച്ചു. We Pioneer Club of Kerala members are here for over 25 years. That is our procurement here Pioneer Club. On behalf of Pioneer Club of Kerala and Kerala Center for coming to India Independence Day today. Honorable MP രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയും ശ്രീമതി ലീല മാരേട്ടാണ് ശ്രീ ഉണ്ണിത്താനെ സദസ്സിന് പരിചയപ്പെടുത്തിയത്. അടുത്തതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെ ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള സേവനങ്ങളെ പ്രശംസിച്ചുകൊണ്ടുള്ള ഫലകം നൽകി അദ്ദേഹത്തെയും സഹധർമ്മിണിയെയും പൊന്നാട അണിയിച്ചു ആദരിച്ചു. ശ്രീ ഉണ്ണിത്താൻ ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഏഴാം കടലിനക്കരെ ഞാനിവിടെ എത്തി ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യ ദിനം നിങ്ങളോടൊപ്പം സമുചിതമായി ആഘോഷിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അമേരിക്കയിൽ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദേശ രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ എനിക്ക് അവസരമുണ്ടായത്. സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം, അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതി, സംസ്കാരം ഇതൊക്കെ കാത്തുസൂക്ഷിക്കും. ഇത് ഇന്ത്യക്ക് പുറത്തുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ സന്തോഷകരമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെപ്പറ്റിയും സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണാധികാരികൾ നൽകിയ സംഭാവനകളെപ്പറ്റിയും ഇന്ന് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെപ്പറ്റിയും അദ്ദേഹം ദീർഘമായി പ്രസംഗിച്ചു. ഭാരതത്തിന്റെ പാരമ്പര്യവും ജനാധിപത്യവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് മുൻ ന്യൂയോർക്ക് സെനറ്റർ കെവിൻ തോമസ്, ജോർജ് എബ്രഹാം, പോലീസ് ഓഫീസർ തോമസ് ജോയ് എന്നിവർ പ്രസംഗിച്ചു. So thank you, God bless. മുൻഷി സഭ
NRIs always have a role to play, and let's defend that freedom. Freedom is always fleeting. As Ronald Reagan said, we cannot really pass it on from generation to generation through our bloodstream or anything. We have to fight for it. We have to guard it very carefully. We have to protect it. We have to defend it. Then only we will be able to sustain that freedom. Let God help us to do that. Thank you for being here on this auspicious day of the India's 79th year of our independence. India's first Prime Minister, Jawaharlal Nehru, in his iconic speech, stated that as the world sleeps, India awakens to meet its tryst with destiny. And an Indian American, my motherland has given me the confidence, my background, my culture and heritage to succeed in this life. തുടർന്ന് കേരള സെന്ററിന്റെ ഫൗണ്ടർ മെമ്പേഴ്സിനെ ആദരിച്ചുകൊണ്ടുള്ള ചടങ്ങ് നടന്നു. 10 ഫൗണ്ടർ മെമ്പേഴ്സിനെ അവർ കേരള സെന്ററിന് നൽകിയ സേവനങ്ങളെ പ്രശംസിച്ചുകൊണ്ടുള്ള ഫലകങ്ങൾ നൽകി ആദരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യിൽ നിന്നാണ് അവർ ഫലകങ്ങൾ ഏറ്റുവാങ്ങിയത്. കേരള സെന്റർ സെക്രട്ടറി രാജു തോമസ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുകയും ഡോക്ടർ തോമസ് എബ്രഹാം ആശംസ നേരുകയും ചെയ്തു. തുടർന്ന് നടന്ന സെമിനാറുകളിൽ അറ്റോർണി വിനോദ് KRK ട്രസ്റ്റ് വിൽ സംബന്ധിച്ചും ഡോൺ തോമസ് സോളാർ എനർജി സബ്സിഡി എന്നിവയെപ്പറ്റിയും സംസാരിച്ചു. ഈ ആഘോഷത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച കേരള സെന്ററിലെയും പൈനിയർ ക്ലബിലെയും ഏവർക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിച്ച എല്ലാ സ്നേഹിതർക്കും യോഗത്തിന്റെ MC ആയിരുന്ന വർഗീസ് എബ്രഹാം നന്ദി പറഞ്ഞു. രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റോടുകൂടി ആരംഭിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ 1 മണിക്ക് ലഞ്ചോടുകൂടി അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ പ്രസിഡന്റായി ജോസ് മണക്കാട്ട് വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ജോസ് മണക്കാട്ടിന് 1092 വോട്ട് ലഭിച്ചപ്പോൾ ജൂബി വള്ളിക്കളത്തിന് 140 വോട്ട് ലഭിച്ചു. വൈസ് പ്രസിഡന്റായി ലൂക്ക് ചിറയിൽ 1018 വോട്ട് നേടി. എതിർത്ത സിബിൾ ഫിലിപ്പിന് 205 വോട്ട്, ജോയിന്റ് സെക്രട്ടറി പ്രിൻസ് ഈപ്പന് 878 വോട്ടും എതിർത്ത സജി തയ്യലിന് 339 വോട്ടും ലഭിച്ചു. ഈ 3 സ്ഥാനങ്ങളിലേക്ക് മാത്രമാണ് മത്സരം നടന്നത്. ബിജു മുണ്ടയ്ക്കൽ സെക്രട്ടറി, സാറ അനിൽ ജോയിന്റ് സെക്രട്ടറി, അച്ഛൻ കുഞ്ഞു മാത്യു ട്രഷറർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. ഡയറക്ടർ ബോർഡിലേക്ക് ഡോക്ടർ സൂസൻ ചാക്കോ, ഡോക്ടർ സിമി ജസ്റ്റോ ജോസഫ്, ഡോക്ടർ സുനിത നായർ, ഡോക്ടർ മധു വെണ്ണിക്കണ്ടം, ഡോക്ടർ എബ്രഹാം മാത്യു, അനിൽ മറ്റത്തിക്കുന്നേൽ, മാത്യൂസ് എബ്രഹാം, ജോളിച്ചൻ ജോസഫ്, സഞ്ജു മാത്യു, ജിനോയ് മാത്യു, ജോജോ വെങ്ങാന്തറ, ജോജോ വെള്ളാനിക്കൽ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫിലിപ്പ് പുത്തൻപുരയിൽ, വർഗീസ് തോമസ്, ഷൈനി ഹരിദാസ്, ബീന ജോർജ്, നിഷ എറിക്, കാൽവിൻ കവലക്കൽ, മേഘ ചിറയിൽ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. CMA മുൻ പ്രസിഡന്റുമാരായ PO ഫിലിപ്പ്, ജോയ് വാച്ചച്ചിറ, ജോൺസൺ കണ്ണൂക്കാടൻ, സണ്ണി വള്ളിക്കളം, ലിജി പട്ടരമടത്തിൽ എന്നിവരടങ്ങിയ ഇലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. അമേരിക്കയിലെ യുവ നേതാക്കളിൽ ശ്രദ്ധേയനായ ജോസ് മണക്കാട്ട് ഫോമ ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. സോഷ്യൽ വർക്കറായ ജോസ് ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഷിക്കാഗോ കൈരളി ലയൺസ് ക്ലബ് PRO ആയും KCCNA നാഷണൽ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. ഷിക്കാഗോ സോഷ്യൽ ക്ലബ് നേതൃത്വം നൽകുന്ന 11ാമത് അന്താരാഷ്ട്ര വടംവലി മത്സരത്തിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മിഷിഗൺ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് MP-യും കോൺഗ്രസ് നേതാവുമായ രാജ്മോഹൻ ഉണ്ണിത്താന് മിഷിഗണിൽ ആവേശകരമായ സ്വീകരണം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രവും രാഷ്ട്രീയവും കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യപ്രഭാഷണം നടത്തി. താനെന്നും നിലപാടുള്ള ഒരു കോൺഗ്രസുകാരനായിരിക്കുമെന്നും സ്ഥാനങ്ങളെക്കാൾ അപ്പുറം കോൺഗ്രസ് പ്രസ്ഥാനമാണ് ജീവന തുല്യം വലുതെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. കാൻഡൻ ഒതന്റിക്ക ഇന്ത്യൻ കുസീൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മിഷിഗൺ ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ മാത്യു വർഗീസ് അധ്യക്ഷത വഹിച്ചു. അജയ് അലക്സ്, ജോൺ വർഗീസ്, പ്രിൻസ് എബ്രഹാം എന്നിവർ ആശംസ പ്രസംഗം നടത്തി. അലൻ ജോൺ സ്വാഗതം ആശംസിക്കുകയും സൈജൻ കണിയോടിക്കൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഫോമ കൺവെൻഷൻ രജിസ്ട്രേഷന് ന്യൂയോർക്ക് മെട്രോ റീജിയണിലെ കിക്ക് ഓഫ് ഉദ്ഘാടനം കടുത്തുരുത്തി MLA-യും മുൻ മന്ത്രിയുമായ മോൻസ് ജോസഫ് നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് മുൻ പ്രസിഡന്റുമാരായ ശശിധരൻ നായർ, ബേബി ഊരാളിൽ, ഡോക്ടർ ജേക്കബ് തോമസ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വർക്കി എബ്രഹാം, ബിജു ലോസൺ, ദിലീപ് വർഗീസ് എന്നിവരും മറ്റു സ്പോൺസർമാരും ചടങ്ങിൽ രജിസ്ട്രേഷൻ ഫോറം ഭാരവാഹികളെ ഏൽപ്പിച്ചു. രജിസ്ട്രേഷന്റെ വെബ്സൈറ്റും മോൻസ് ജോസഫ് സ്വിച്ച് ഓൺ ചെയ്തു.
ഹ്രസ്വമായ പരിപാടിയുമായാണ് താനും സഹപ്രവർത്തകനായ പാല MLA മാണി സി കാപ്പനും എത്തിയിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മോൻസ് ജോസഫ് പറഞ്ഞു. ഫോമയുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് എക്കാലവും സന്തോഷകരമായ അനുഭവമാണ്. മുൻ നേതാക്കളുമായെല്ലാം മികച്ച ബന്ധമാണ് താൻ തുടരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി ഫോമ വളർന്ന് മുന്നോട്ടു പോകുന്നു എന്നത് ആരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. കഠിനാധ്വാനം കൊണ്ടും സഹകരണം കൊണ്ടും ഒന്നിച്ചു പോകാൻ കഴിയുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഇത് ആരുടെയെങ്കിലും നേട്ടമല്ല, കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണെന്ന് ബേബി മണക്കുന്നേലും പോൾ ജോസും പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞങ്ങളെല്ലാം അത് വർഷങ്ങളായി നോക്കിക്കാണുന്ന യാഥാർത്ഥ്യമാണ്. ഈ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്നും കഴിയട്ടെ. ഈ മീറ്റിംഗിന് മുൻപ് രാവിലെ മുതൽ നടക്കുന്ന ലോക്കോസ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെൻറ്റ് ഉദ്ഘാടന ചടങ്ങിൽ ഞാനും മാണി സി കാപ്പനും പങ്കെടുക്കുകയുണ്ടായി. വലിയ പങ്കാളിത്തമാണ് അവിടെ കണ്ടത്. മാണി സി കാപ്പൻ വോളിബോൾ രംഗത്ത് അതികായനായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഇൻ്റർനാഷണൽ പ്ലെയർ ആയിരുന്നു. ഇന്ത്യയുടെ താരമായിരുന്നു. കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ജിമ്മി ജോർജിനോടൊപ്പം ഇന്ത്യയെ പ്രതിനിധീകരിച്ച ടീമിലെ അംഗമായിരുന്നു. ഞാനും കോട്ടയത്തും കടുത്തുരുത്തിയിലും വോളിബോൾ കളിക്കാരനായി ഉണ്ടായിരുന്നു. അത്രയൊക്കെ നമുക്ക് അവിടെ പറ്റിയിട്ടുള്ളൂ. വോളിബോൾ ഹരമായി ഇന്നിവിടെ കൊണ്ടുപോകാൻ കഴിയുന്നുവെന്നത് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും യൂത്തിൻ്റെ പങ്കാളിത്തം. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ താല്പര്യത്തോടെ വോളിബോൾ പ്രാക്ടീസ് ചെയ്യുന്നതും മത്സരിക്കുന്നതും കാണുകയുണ്ടായി. ഫോമ കായിക രംഗത്ത് പ്രോത്സാഹനം കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഇതുപോലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭങ്ങളിൽ ആദ്യം ഓടിയെത്തുന്ന പ്രസ്ഥാനമാണ് ഫോമ. ഡോക്ടർ ജേക്കബ് തോമസ് പ്രസിഡന്റായിരിക്കുമ്പോൾ ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിച്ചതും ഇപ്പോൾ ബേബി മണക്കുന്നേൽ നേതൃത്വം കൊടുത്തുകൊണ്ട് അത്തരം പദ്ധതികളിലേക്ക് വരുന്നതും സന്തോഷകരമാണ്. വർഷങ്ങൾക്ക് മുൻപ് ബേബി ഊരാളിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കിയിരുന്നു. തോണിക്കടവിലടക്കം നേതൃത്വം കൊടുത്ത ടീമിൽ ഞാനും സഹകരിച്ചിട്ടുണ്ട്. ലൂക്കോസ് മെമ്മോറിയൽ ടൂർണമെൻറ്റ് പോലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇനിയും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത കൺവെൻഷൻ ഏറ്റവും ഉജ്ജ്വലമായ വിജയമായി തീരട്ടെ. അർത്ഥപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ ഇനിയും ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാതൃകാ പ്രസ്ഥാനമായി ഫോമയ്ക്ക് വളരുവാനും മുന്നോട്ട് പോകുവാനും ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭാവിയിൽ മന്ത്രിമാരാകണമെന്ന് നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, ജനങ്ങളുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി നാളുകളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിച്ച് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ സേവനം ചെയ്യുന്ന പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ദൈവം കൈകളിൽ എത്തിച്ചു തരുന്ന കാര്യങ്ങൾ നിർവഹിക്കുക മാത്രമാണ് ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളത്. ഐശ്വര്യപൂർണ്ണമായ ഒരു സ്ഥിതിവിശേഷം നാട്ടിലുണ്ടാക്കണമെന്ന് പൊതുവെ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ നിൽക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകണം. പഠിക്കുവാനും ജോലി ചെയ്യുവാനും കഴിയുന്ന സാഹചര്യമുണ്ടാകണം. ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കേരളത്തിൻ്റെ വേദനയായി ഇന്നും നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുവാൻ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഭരണകൂടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുക എന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഞങ്ങളൊക്കെ സത്യസന്ധമായ വഴികളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഏവർക്കും ഓണാശംസകൾ നേരുന്നു എന്ന് വ്യക്തമാക്കി മോൻസ് ജോസഫ് MLA തൻ്റെ ഉദ്ഘാടന പ്രസംഗം ഉപസംഹരിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഫോമ മെട്രോ റീജിയൻ ആതിഥേയത്വം വഹിച്ച 18ാമത് NK ലൂക്കോസ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിൽ ഷിക്കാഗോ കൈരളി ലയൺസ് വിജയ കിരീടമണിഞ്ഞു. ഫിലി സ്റ്റാർസ് റണ്ണറപ്പായി, വാഷിംഗ്ടൺ കിങ്സ് സെക്കൻഡ് റണ്ണറപ്പായപ്പോൾ കാലിഫോർണിയ ബ്ലാസ്റ്റേഴ്സ് 4ാം സ്ഥാനം കരസ്ഥമാക്കി. വാഷിംഗ്ടൺ കിങ്സ് സെക്കൻഡ് റണ്ണറപ്പായപ്പോൾ കാലിഫോർണിയ ബ്ലാസ്റ്റേഴ്സ് 4ാം സ്ഥാനം കരസ്ഥമാക്കി. ഷിക്കാഗോ ലയൺസിന്റെ സനൽ തോമസ് ആണ് MVP. ജോഫി ജോസഫ് ബെസ്റ്റ് സെറ്റർ. ബെസ്റ്റ് ഡിഫൻസ് സനൽ കദളിമറ്റം. ബെസ്റ്റ് ഒഫൻസ് സരൂപ് ജോസി. റൂക്കി ഓഫ് ദ ഇയർ മാത്യു ജോർജ്. 40+ ബെസ്റ്റ് സെറ്റർ സജി. ബെസ്റ്റ് ഒഫൻസ് വിനോദ്. MVP ബൈജു. ബെത്പേജ് മൾട്ടി സ്പോർട്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ ആരംഭിച്ച മത്സരങ്ങൾ കാണാൻ വൻ ജനപ്രവാഹമായിരുന്നു. ആബാലവൃദ്ധം നെഞ്ചിലേറ്റിയ കായിക മാമാങ്കത്തിന് സാക്ഷികളാവാൻ വോളിബോൾ മുൻ ഇന്ത്യൻ ദേശീയ താരം മാണി സി കാപ്പൻ MLA, മോൻസ് ജോസഫ് MLA എന്നിവരുമെത്തി. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമായി 24 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. 6 കോർട്ടുകളിൽ നോൺ സ്റ്റോപ്പായി കളികൾ നടന്നു. ഓപ്പൺ പൂളിൽ 12 ടീമുകളും 18 വയസ്സിൽ താഴെയുള്ളവരുടെ 6 ടീമുകളും അതുപോലെ 40-ന് മുകളിലുള്ളവരുടെ 6 ടീമുകളുമാണ് മാറ്റുരച്ചത്.
ഫോമ മെട്രോ റീജിയൻ RVP മാത്യു ജോഷ്വ, ടൂർണമെന്റ് കോർഡിനേറ്റർ ബിഞ്ചു ജോൺ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ഫോമ കൺവെൻഷൻ രജിസ്ട്രേഷൻ കിക്ക് ഓഫിൽ വെച്ച് മത്സര വിജയികൾക്ക് ട്രോഫിയും സമ്മാനങ്ങളും വിതരണം ചെയ്തു. എൽമോട്ടിലുള്ള സെന്റ് വിൻസെന്റ് ഡി പോൾ ഓഡിറ്റോറിയത്തിലായിരുന്നു കിക്ക് ഓഫ്. ട്രോഫികൾ കൂടാതെ NK ലൂക്കോസ് ഫൗണ്ടേഷൻ നൽകുന്ന $5000 ക്യാഷ് അവാർഡും വിജയികളാകുന്ന ടീമുകൾക്ക് സമ്മാനിച്ചു. ഒന്നാം സ്ഥാനക്കാർക്ക് 2500, രണ്ടാം സ്ഥാനക്കാർക്ക് $1500 വീതം ലഭിച്ചു. യുവാക്കളെ ഫോമയിലേക്കും അതുപോലെ അവരുടെ സർഗാത്മകമായ കഴിവുകളെ സമൂഹ നന്മയ്ക്കായി നയിക്കുന്നതിനും വേണ്ടിയാണ് ഫോമ ഈ വോളിബോൾ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നതെന്നും RVP മാത്യു ജോഷ്വ നേരത്തെ പറയുകയുണ്ടായി. MLA മാരായ മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് ഷാലു പുനൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ് തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടൂർണമെന്റും തുടർന്ന് നടന്ന കിക്ക് ഓഫും മെട്രോ റീജിയന്റെ അഭിമാന നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ഇമ്മാനുവൽ കൊലഡി ആയിരുന്നു പ്ലാറ്റിനം സ്പോൺസർ. രാജേഷ് പുഷ്പരാജൻ, സുനിൽ ചാക്കോ, സ്പൈസ് ഗാർഡൻ എബ്രഹാം ഫിലിപ്പ്, CPA എന്നിവരായിരുന്നു ഗോൾഡ് സ്പോൺസർ. ഡോക്ടർ ഷെറിൻ എബ്രഹാം ആയിരുന്നു MC. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വോളിബോൾ ടീം അംഗമായിരുന്ന തൊടുപുഴ കരിങ്കുന്നം സ്വദേശി നെടുമ്പറമ്പിൽ NK ലൂക്കോസ് 1980-ലാണ് അമേരിക്കയിലെത്തുന്നത്. അമേരിക്കയിലെത്തിയിട്ടും ചെറുപ്പം മുതലുള്ള വോളിബോൾ പ്രേമം കൈവിട്ടുപോയില്ല. അദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്ന് 1987 കേരള സ്പൈക്കേഴ്സ് എന്ന പേരിൽ ഒരു വോളിബോൾ ടീം ന്യൂയോർക്കിൽ രൂപീകരിച്ചു. സ്പോർട്സ് കൂടാതെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും NK ലൂക്കോസ് സജീവമായിരുന്നു. എന്നാൽ 2003 ന്യൂജേഴ്സിയിലുണ്ടായിരുന്ന ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം അകാലത്തിൽ വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി കുടുംബവും സുഹൃത്തുക്കളും ചേർന്ന് രൂപീകരിച്ച NK ലൂക്കോസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വോളിബോൾ കളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ 18 വർഷമായി അമേരിക്കയിലും കേരളത്തിലും വോളിബോൾ ടൂർണമെന്റുകൾ നടത്തിവരുന്നു. ലൂക്കോസിന്റെ മകൾ സെറിൻ ലൂക്കോസ് ആണ് ഫൗണ്ടേഷൻ ട്രസ്റ്റി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഫൊക്കാനയുടെ കാരുണ്യ ശ്രേഷ്ഠ പുരസ്കാരം യുക്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി എബ്രഹാമിന് നൽകി ആദരിച്ചു. ഫൊക്കാന കേരള കൺവെൻഷന്റെ സമാപന സമ്മേളനത്തിൽ വെച്ചാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ യുക്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി എബ്രഹാമിനെ ആദരിച്ചത്. ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ, കേരള ചീഫ് സെക്രട്ടറി AJ തിലക്, മുനിസിപ്പൽ കൗൺസിലർ ബിൻസി സെബാസ്റ്റ്യൻ, KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയ് ചാക്കപ്പൻ, CSI ചാർച്ച് ബിഷപ്പ് എബി എബ്രഹാം, അനിൽ അടൂർ ഏഷ്യാനെറ്റ് ന്യൂസ്, ശരത്ചന്ദ്രൻ കൈരളി, ജോയ് ഇട്ടൻ കേരള കൺവെൻഷൻ ചെയർ, ഫൊക്കാന ഭരണസമിതി അംഗങ്ങൾ, ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി പേർ വേദിയിൽ സന്നിഹിതരായിരുന്നു. UK മലയാളി അസോസിയേഷനുകളുടെ അസോസിയേഷനാണ് യുക്മ. 130-ലധികം അംഗസംഘടനകളുള്ള സംഘടന കൂടിയാണ് യുക്മ. യുക്മയുടെ പ്രസിഡന്റായ അഡ്വക്കേറ്റ് എബി എബ്രഹാം യുക്മയുടെ പകരക്കാരില്ലാത്ത അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ്. യുക്മയുടെ പ്രശസ്തിയും പ്രസക്തിയും വാനോളമുയർത്തിയ കേരള പൂരം എന്ന പേരിൽ എല്ലാ വർഷവും നടത്തിവരുന്ന വള്ളം കളിയും അതിനോടനുബന്ധിച്ചുള്ള കേരളീയ കലാസാംസ്കാരിക പരിപാടികളും തുടക്കം മുതൽ തുടർച്ചയായി 6 തവണ കേരള പൂരം ജനറൽ കൺവീനർ സ്ഥാനത്തുള്ള എബിയുടെ കൂടി പ്രവർത്തനത്തിലൂടെ മലയാളികളുടെ എല്ലാ വർഷവുമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ സംഗമം എന്ന നിലയിലേക്ക് കേരള പൂരം വളർന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലം യുക്മയുടെ സന്തത സഹചാരിയായ എബി പ്രഥമ കലാമേള മുതലാണ് സംഘടനയിലെ സജീവ സാന്നിധ്യമാകുന്നത്. യുക്മ ദേശീയ കലാമേള സംഘടിപ്പിക്കുന്നതിന് ശക്തമായ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകിയ എബി കഴിഞ്ഞ 15 ദേശീയ കലാമേളകളിലും സജീവ സാന്നിധ്യമായിരുന്നു. ഒരു ഓൺലൈൻ പത്രത്തിന്റെ ചീഫ് എഡിറ്ററായും പ്രവർത്തിക്കുന്നു. യുക്മയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് വക്താവ് എന്നീ നിലകളിലും OICC UK ദേശീയ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം സീറോ മലബാർ സഭ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം കൂടിയാണ്. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ സർവകലാശാല യൂണിയൻ കൗൺസിലർ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം എന്നീ നിലകളിലൂടെ പ്രവർത്തിച്ച് പരിചയസമ്പന്നനാണ്. സൗത്ത് ഈസ്റ്റിലെ ഡാർട്ട്ഫോർഡ് മലയാളി അസോസിയേഷൻ പ്രതിനിധിയായി യുക്മ ദേശീയ നേതൃത്വത്തിലേക്കെത്തിയ കോട്ടയം കുറവലങ്ങാട് സ്വദേശിയായ എബി ലണ്ടനിൽ ലീഗൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്നു. സിവിൽ എഞ്ചിനീയറായ ഭാര്യ റിനറ്റ് സീനിയർ പ്ലാനിംഗ് മാനേജറാണ്. UK മലയാളി സംഘടനകൾക്കു വേണ്ടി എക്കാലവും അഡ്വക്കേറ്റ് എബി എബ്രഹാം നൽകിയ പിന്തുണയും ലോക പ്രവാസി മലയാളി സമൂഹത്തിനാകെ മാതൃകയും അഭിമാനവുമായ പ്രവാസ ലോകത്തെ ദേശീയ സംഘടനയായ യുക്മയുടെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെയും മാനിച്ചാണ് യുക്മയുടെ പ്രസിഡന്റായ എബി എബ്രഹാമിനെ കാരുണ്യശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി.
ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.